എല്ലാവർക്കും പാട്ടിഷ്ടമായില്ലേ? ഇനി നമുക്കൊരു കഥ കേൾക്കാം. ഒരു കർഷകന്റെയും മകന്റെയും കഥ. പണ്ടൊരു ഗ്രാമത്തിൽ ഒരു കർഷകനും ഭാര്യയും അവരുടെ ഏക മകനും താമസിച്ചിരുന്നു. വളരെ അലസനായിരുന്നു കർഷകന്റെ മകൻ. പ്രായപൂർത്തിയായിട്ടും അവൻ ഒരു ജോലിയും ചെയ്യാതെ മാതാപിതാക്കളെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. അവന്റെ കാര്യത്തിൽ മാതാപിതാക്കൾ ചില തീരുമാനങ്ങൾ എടുത്തു. എന്നിട്ടത് അവനോട് പറഞ്ഞു, എന്റെ സ്വത്ത് നിന്നെ ഏൽപ്പിക്കണമെങ്കിൽ അത് നീ കാത്തു സൂക്ഷിക്കുമെന്ന് എനിക്ക് കൂടെ തോന്നുന്നു. അതിന് ആദ്യം നിനക്കൊരു ജോലി വേണം. ശരി അച്ഛാ, ഞാൻ നാളെ മുതൽ ജോലിക്ക് പോവാം. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ അവൻ ജോലി അന്വേഷിച്ച് അടുത്തുള്ള പട്ടണത്തിലേക്ക് യാത്ര ആരംഭിച്ചു. പക്ഷേ അവൻ വളരെ ദുഃഖിതനായിട്ടാണ് അന്ന് വൈകുന്നേരം തിരിച്ചെത്തിയത്. അവൻ പട്ടണത്തിൽ ചെന്ന് അന്വേഷിച്ചതെല്ലാം വലിയ വലിയ ഉദ്യോഗങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ പഠിക്കാത്ത അവന് യാതൊരു ജോലിയും കിട്ടിയതുമില്ല. അവൻ വീട്ടിൽ വന്ന് ദുഃഖത്തോടെ ജോലി കിട്ടാത്ത വിവരം അമ്മയോട് പറഞ്ഞു. മകന്റെ വിഷമം കണ്ടപ്പോൾ അമ്മയ്ക്ക് അലിവ് തോന്നി. നീ വിഷമിക്കേണ്ട മോനെ, ജോലി കിട്ടുന്നത് വരെ ഞാൻ നിനക്ക് കാശ് തരാം. ഇത്രയും പറഞ്ഞ് അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്ന പണപ്പെട്ടിയിൽ നിന്നും അവനൊരു നാണയം നൽകി. അന്ന് വൈകുന്നേരം കർഷകൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന് കയറിയതും കർഷകൻ മകൻ സമ്പാദിച്ച കാശാണ് ചോദിച്ചത്. എന്നിട്ട് കർഷകൻ ആ നാണയമെടുത്ത് കിണറ്റിലിട്ടു. കഷ്ടപ്പെടാതെ കിട്ടിയ കാശായതിനാൽ അവന് യാതൊരു വിഷമവും തോന്നിയില്ല. അടുത്ത ദിവസം ജോലിയൊന്നും അന്വേഷിക്കാതെ തന്നെ വീട്ടിൽ വന്നവൻ അമ്മയോട് ജോലി കിട്ടാത്തതായി കള്ളവും പറഞ്ഞു. പാവം അമ്മ അവന് കാശ് നൽകി. അവനത് അച്ഛൻ്റെ കയ്യിലും കൊടുത്തു. എല്ലാ കാര്യങ്ങളും പതിവ് പോലെ തന്നെ നടന്നു. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. അമ്മ മകന് പണം കൊടുത്തുകൊണ്ടേയിരുന്നു. യാതൊരു കൂസലമില്ലാതെ അവനത് അച്ഛനും കൊടുത്തു. ഒടുവിൽ പണപ്പെട്ടി കാലിയാണെന്ന വിവരം അമ്മ മകനോട് പറഞ്ഞു. പണം കിട്ടാതെ വന്നപ്പോൾ അവൻ വീണ്ടും ജോലി തേടി യാത്രയായി. ഒടുവിൽ അവന് യോജിച്ച ജോലി തന്നെ കിട്ടി. കിട്ടിയ ജോലി അവൻ ആത്മാർത്ഥതയോടെ ചെയ്തു തുടങ്ങി. അന്ന് വൈകുന്നേരം അവൻ വന്നത് വളരെ അഭിമാനത്തോടു കൂടിയായിരുന്നു. അധ്വാനിച്ച് കിട്ടിയ കാശും കൊണ്ടവൻ വീട്ടിലേക്ക് തിരിച്ചു. പതിവ് പോലെ അച്ഛൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയതും അവന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു. പക്ഷേ അന്നവൻ കാശ് നൽകിയത് അല്പം സങ്കടത്തോടെയായിരുന്നു. അച്ഛൻ പതിവ് പോലെ കാശ് കിണറ്റിലിടുക തന്നെ ചെയ്തു. അവനത് സഹിക്കാൻ കഴിഞ്ഞില്ല.
അവൻ ഒരുപാട് ദുഃഖിച്ചു. നിനക്കിപ്പോ മനസ്സിലായി കാണും, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമെല്ലാം നീ പാഴാക്കിയപ്പോൾ എനിക്കുണ്ടായ വിഷമം. അങ്ങനെ അവൻ ചെയ്ത തെറ്റുകളെല്ലാം അവന് മനസ്സിലായി. പിന്നീട് ഒരിക്കലും അവൻ അലസത കാണിച്ചിട്ടില്ല. അവൻ മാതാപിതാക്കൾ പറഞ്ഞതനുസരിച്ച് സന്തോഷത്തോടെ ജീവിച്ചു.